She really was the most beautiful woman in the world. ജീവിതം തന്നെ നരകമായവർക്ക് അവർ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ച മാലാഖയാണോ അവളെന്ന് ലണ്ടനിലെ ജനങ്ങൾ വിശ്വസിച്ചു. രാജകീയ സുഖുപേക്ഷിച്ച് അവൾ കൊട്ടാരം വിട്ടിറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. ഒരു സ്ത്രീയുടെ മരണം 4 ആഴ്ച ഇംഗ്ലണ്ടിലെ യുവതികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് 25 മുതൽ 45% വർദ്ധിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട കല്യാണ ചടങ്ങും മരണാനന്തര ചടങ്ങും ഇവരുടേതായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ട വ്യക്തി 80കളിൽ ഒരു ഇറ്റലി ഫോട്ടോഗ്രാഫർ ഒരു ചുംബന ഫോട്ടോ 1.5 കോടിക്ക് വിറ്റ് കോടീശ്വരനായിട്ടുണ്ട്. അവരുടെ സ്വർണ്ണ തലമുടിയും നീലക്കണ്ണുകളും എന്തിന് ഓരോ ഡ്രസ്സും കേരളത്തിൽ വരെ ട്രെൻഡായിട്ടുണ്ട്. സ്പെൻസർ റോയൽ ഫാമിലിയിൽ ജനിച്ചെങ്കിലും 16-ാം വയസ്സിൽ ഒരു നഴ്സറി ടീച്ചർ ആയിരിക്കവേ ബ്രിട്ടൻ രാജകുമാരൻ ചാൾസ് സ്നേഹിച്ച് വിവാഹം കഴിച്ചത് മാത്രമല്ല, അവളെ ഡയാന ദ പ്രിൻസസ് ഓഫ് വെയിൽസ് ആക്കിയത്. വിവാഹത്തിന് ശേഷം ഭർത്താവിനുണ്ടായ മറ്റൊരു ബന്ധവും ശാരീരിക പ്രശ്നങ്ങളും അവളെ ഡിപ്രഷനിലേക്ക് നയിച്ചെങ്കിലും കൊട്ടാരത്തിന്റെ രാജകീയ പ്രൗഢിയിൽ നിന്ന് ഇറങ്ങി എയ്ഡ്സ് രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആ കാലഘട്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കാനും പുനരധിവസിപ്പിക്കാനും റെഡ് ക്രോസുമായി ചേർന്ന് കുഴിബോംബ് നിർവീര്യമാക്കുന്ന യജ്ഞത്തിനും മാനസിക രോഗികളെയും ക്യാൻസർ രോഗികളെയും സഹായിക്കുന്നതിനും സമയം കണ്ടെത്തിയത് കൊണ്ടാണ് ജനങ്ങൾ പീപ്പിൾ പ്രിൻസസ് എന്നിവരെ വിളിക്കാൻ കാരണം. 36-ാം വയസ്സിൽ ഒരു കാർ ആക്സിഡന്റിൽ ഉണ്ടായ മരണം ഒരു നൂറ്റാണ്ടിന്റെ വിസ്മയത്തെ അവസാനിപ്പിച്ച പോലെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. 1996 ഫെബ്രുവരി 22-ന് പാകിസ്ഥാനിലെ ലാഹോറിൽ ഷൗക്കത്ത് ഖാൻ മെമ്മോറിയൽ ക്യാൻസർ ആശുപത്രിയുടെ ധനസമാഹരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു സ്വകാര്യമായി 2 ദിവസത്തെ യാത്രക്കിടയിൽ രാജകുമാരി സന്ദർശിച്ചു. മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാൻ തൻ്റെ അമ്മ ഷൗക്കത്ത് ഖാൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ആശുപത്രി ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യമായി ക്യാൻസർ ചികിത്സ നൽകുന്നു. സന്ദർശന വേളയിൽ ഡയാന രാജകുമാരി യുവ ക്യാൻസർ രോഗികളുമായി സമയം ചെലവഴിച്ചു. ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഈദ് മിലാൻ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുമായി ഇടപഴകുന്നതിലൂടെയും മടിയിലെടുത്ത് അവരെ ലാളിക്കുകയും സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തുകൊണ്ട് അവർ വാത്സല്യം കരുതലും പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചില മാധ്യമ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരുടെ സന്ദർശനം സ്വകാര്യമായി കണക്കാക്കുകയും മാനുഷിക ശ്രമങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അവരുടെ സന്ദർശനത്തിന് ഒരു രാഷ്ട്രീയ വശവും ഇല്ലെന്ന് ആശുപത്രി വ്യക്തമാക്കി. ഡയാന രാജകുമാരിയുടെ ഇടപെടൽ ആശുപത്രിയുടെ ദൗത്യത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗണ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ സഹായിച്ചു. രോഗികളുമായുള്ള അവരുടെ കാരുണ്യപരമായ ഇടപെടൽ ശാശ്വതമായ ഒരു മുദ്ര പതിപ്പിക്കുകയും ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അവരുടെ പാരമ്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് ആ സ്ത്രീ അമ്മയുടെ സ്ഥാനമായി. അവരുടെ കരസ്പർശം കുറച്ചു നേരത്തെ വേദനകൾക്ക് ആശ്വാസമായി. നിങ്ങൾ ഡയാനയുടെ മുഖത്ത് ചിരി കണ്ടോ? അതാണ് ചാരിറ്റിയുടെ മഹത്വം.